നാലാം ക്ലാസ് കേരള പാഠാവലി മലയാളം അധ്യായം 1 അമൃതം പാഠം 3 കുടയില്ലാത്തവർ. അടുത്തത് കണ്ടെത്താം എഴുതാം. കണ്ടെത്തി എഴുതണം. വേനൽ കിനാക്കൾ കരിഞ്ഞേ പോയി. എന്തൊക്കെയായിരിക്കാം കവിയുടെ വേനൽ കിനാക്കൾ? എന്തൊക്കെയായിരിക്കാം? നിങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. ഈ വരി കവിതയിൽ എവിടാന്ന് നമുക്ക് ആദ്യം നോക്കാം, എന്നിട്ട് നമുക്ക് അതിന് ഉത്തരം എഴുതാൻ തുടങ്ങാം. കണ്ടോ നിങ്ങൾ ഈ വരി? നിങ്ങൾ വേനൽ കിനാക്കൾ കരിഞ്ഞേ പോയി. എന്തൊക്കെയായിരിക്കാം കവിയുടെ വേനൽ കിനാക്കൾ എന്നാണ് ചോദിക്കുന്നത്. സോ സമ്മർ വെക്കേഷനിൽ നമ്മളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? നമ്മളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ഓരോ ദിവസവും കളിക്കേണ്ട കളികൾ നമ്മളുടെ മനസ്സിൽ നമ്മൾ പ്ലാൻ ചെയ്യും. മാമ്പഴം പറിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യും. ചക്കപ്പഴം തിന്നുന്നതിനെക്കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യും. അച്ഛനോടൊത്തും അമ്മയോടൊത്തും പല സ്ഥലങ്ങളിൽ പോകുന്നതിനെക്കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യും. ശരിയല്ലേ? അങ്ങനെ ഒരുപാട് കിനാവുകൾ നമ്മൾ കാണാറില്ലേ? ഇന്ന് നമ്മൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നു, ഇന്ന് എനിക്ക് 10 പോയിന്റ് കിട്ടിയില്ല, നാളെ ഞാൻ 100 സ്കോർ അടിക്കും, ഞാൻ 6 അടിക്കുന്നു നാളെ. ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ സമ്മർ വെക്കേഷനിൽ നമ്മളുടെ സമ്മർ വെക്കേഷൻ വീട്ടിൽ ചിലവഴിക്കുമ്പോൾ നമ്മളെല്ലാവരും കാണുന്നതാണ്. അത് കൂട്ടുകാരായ നിങ്ങളും കാണുന്നതാണ്. ഒരു കാലത്ത് നിങ്ങളുടെ ഈ സാറുമാരും കണ്ടിട്ടുള്ളതും ചെയ്തിട്ടുള്ളതുമാണ്. മനസ്സിലായോ? വേനൽ കാലത്തിൻ്റെ ഒഴിവ്, സമ്മർ വെക്കേഷൻ. സമ്മർ വെക്കേഷന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇല്ലേ? നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല. നമുക്ക് സ്കൂളിൽ പോകണ്ട, നമുക്ക് ട്യൂഷന് പോകണ്ട. സ്കൂളിൽ പോകണോ? നമുക്ക് വേണ്ട. ട്യൂഷന് പോകണോ? നമുക്ക് വേണ്ട. സ്കൂളിൽ പോകണ്ട, ട്യൂഷന് പോകണ്ട. രാവിലെ എഴുന്നേക്കണ്ട. നമുക്ക് 8 മണിക്കോ 9 മണിക്കോ 10 മണിക്കൊക്കെ എഴുന്നേറ്റാൽ മതി, ഒരു കുഴപ്പമില്ല. എപ്പോൾ വിശക്കുന്നോ അന്നേരം എഴുന്നേറ്റാൽ മതി. അപ്പോഴേക്കും അമ്മ നമുക്ക് വേണ്ടുന്ന ആഹാരം എല്ലാം തയ്യാറാക്കി വെക്കത്തില്ലേ? വന്ന് കഴിച്ച് കുറച്ച് നേരം നമ്മൾ ടി വി കാണുക. കൊച്ചു ടി വി കാണുന്നവർ കൊച്ചു ടി വി കാണും, കളിക്കാൻ പോകുന്നവർ പോകും, സിനിമ കാണുന്നവർ കാണും. അങ്ങനെ പല ആക്ടിവിറ്റീസാണ്. ഒരിക്കലും നമ്മളുടെ അച്ഛനമ്മമാർ വേനൽക്കാലത്ത് നമ്മളോട് പറയില്ല, പോയിരുന്ന് പടി, ടി വി ഒരുപാട് കാണുന്നു, മൊബൈലിൽ ഗെയിം ഒരുപാട് കളിക്കുന്നു. അങ്ങനെ നമ്മളുടെ അച്ഛനമ്മമാർ നമ്മളെ വഴക്ക് പറയാറേ ഇല്ല. ശരിയല്ലേ? ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കവിക്കും ഉണ്ടായിരുന്നിരിക്കാം ആ സമയത്ത്. പിന്നെ അത് വ്യത്യാസം എന്തുവാ? ആ സമയത്ത് ടി വി അത്രയില്ല, ആ സമയത്ത് മൊബൈൽ ഫോണില്ല. അപ്പോൾ കവിയുടെ പഴമ നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെ വേനൽ കിനാക്കളാണ് കവിക്ക് നഷ്ടപ്പെട്ടതെന്ന് നോക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഇന്നത്തെ നിങ്ങളുടെ വേനൽ സമ്മർ വെക്കേഷനിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇൻ്റർനാഷണൽ ടൂറിന് പോകുന്നവരുണ്ട്, സമ്മർ ഹോളിഡേ ടൂറിന് പോകുന്നവരുണ്ട്, പിന്നെ എന്തെല്ലാം ചെയ്യുന്നവരുണ്ട്. നിങ്ങൾ ചിലപ്പോൾ അച്ഛനോടും അമ്മയോടൊപ്പം പല പ്രോഗ്രാമുകൾ, സിനിമ കാണാൻ പോകുന്നവരുണ്ട്. ശരിയല്ലേ? ടി വി കാണുന്നവരുണ്ട്, മൊബൈൽ ഫോൺ കാണുന്നവരുണ്ട്. പക്ഷേ കവിയുടെ ഒരു കിനാവ് എന്ന് പറയുന്നത് അത്രയ്ക്ക് ഹൈടെക് ഒന്നും ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ കവിയുടെ എന്തെല്ലാം കിനാക്കളാണ് കരിഞ്ഞതെന്ന് പറയുമ്പോൾ അത് മനസ്സിൽ ചിന്തിച്ച് വേണം ഉത്തരം പറയാൻ. ഞാൻ ഉത്തരം പറഞ്ഞു തരട്ടെ? ഞാൻ ഉത്തരം പറയട്ടെ. വേനൽക്കാലം കുട്ടികൾക്ക് അവധിക്കാലമാണ്. അവർക്ക് ആഹ്ലാദിക്കാനും ആഘോഷിക്കാനുമുള്ള സമയമാണിത്. കൂട്ടുകാർക്കൊപ്പം കളിച്ചും ചിരിച്ചും കൂട്ടുകൂടിയും കുസൃതികൾ കാണിച്ചും മതിവരാത്ത കാലം. മാമ്പഴം പെറുക്കാനും അണ്ണാറക്കണ്ണൻ്റെ പിന്നാലെ പായാനും കുയിലിൻ്റെ പാട്ടിന് എതിർപ്പാട്ട് പാടാനും മത്സരിക്കുന്ന ഒരു കാലം. അതൊക്കെ മതിയാവും വരെ ആസ്വദിക്കും മുമ്പ് അവധിക്കാലം കഴിഞ്ഞു പോവുകയും ചെയ്യും. കളിച്ചു മതിവരാത്ത അവസ്ഥയും ബാക്കിയാവുന്ന ആഗ്രഹങ്ങളുമാണ് കവിയുടെ വേനൽ കിനാവുകൾ. മനസ്സിലായോ നിങ്ങൾക്ക്? നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കുതിരുന്നു ഞാൻ ആ മഴയിലല്ല, ആ കുഞ്ഞു പെങ്ങൾ തൻ സ്നേഹവായ്പിൽ. കുഞ്ഞു പെങ്ങളുടെ സ്നേഹവായ്പിൽ കുതിർന്നു എന്ന് കവി പറയുന്നത് എന്തുകൊണ്ടാവാം? എന്തുകൊണ്ടായിരിക്കും കവി അങ്ങനെ പറയുന്നത്? നമ്മൾ ആ വരി കവിതയിൽ എവിടാന്ന് പോയി ആദ്യം നോക്കണം. അവസാനത്തെ വരി നിങ്ങൾ കണ്ടോ? ഒരു കുഞ്ഞു പെങ്ങൾ തൻ സ്നേഹവായ്പിൽ. ഈ വരിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ കുഞ്ഞു പെങ്ങളുടെ സ്നേഹവായ്പിൽ? കവി ആലങ്കാരികമായി പറഞ്ഞിരിക്കുകയാണ്. ആ സ്നേഹത്തിൽ കവി നനയുന്നു എന്ന് കവി ആലങ്കാരികമായി പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഉത്തരം ഞാൻ പറയട്ടെ? എഴുതാമോന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇനി ഉത്തരം എഴുതേണ്ടവർ. കുടയില്ലാത്തതിനാൽ വാഴയിലയും ചൂടി മഴ നനഞ്ഞാണ് കവി പള്ളിക്കൂടത്തിലേക്ക് പോയത്.
മഴ നനഞ്ഞു പോയ കവിയെ തൻ്റെ കുടക്കീഴിൽ നനയാതെ ചേർത്ത് നിർത്തിയ കൊച്ചു പെങ്ങൾ കവിക്ക് സ്നേഹത്തിൻ്റെ ഒരു പെരുമഴ പെയ്ത്തായിട്ടാണ് അനുഭവപ്പെട്ടത്. പ്രതീക്ഷിക്കാതെ കിട്ടിയ ആ സ്നേഹം കവിയെ വളരെയേറെ സ്പർശിച്ചു. അതുകൊണ്ടാണ് കവി ഇങ്ങനെ പറഞ്ഞത്. എല്ലാവരും എഴുതിയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പ്രയോഗ ഭംഗി കണ്ടെത്തണം. മഴത്തുള്ളികളും തുള്ളി വന്നല്ലോ, പൊടിമീനിൻ നിര പോലാം കൂട്ടുകാർ, അനിയനല്ലാത്തോരനിയൻ. ഈ പ്രയോഗങ്ങളുടെ ഭംഗി വിശദീകരിക്കണം. എല്ലാവർക്കും മനസ്സിലായൊരു ഭാഗമല്ലേ? ഇതിൻ്റെ ഭംഗി വിശദീകരിക്കണം. 1. മഴത്തുള്ളികളും തുള്ളി വന്നല്ലോ. ഞാൻ പറയട്ടെ ഇതിൻ്റെ പ്രയോഗ ഭംഗി. മഴത്തുള്ളികളും തുള്ളി തുള്ളി വന്നല്ലോ എന്നാ കവി പറയുന്നത്. എഴുതേണ്ടവർക്ക് എഴുതാം. പള്ളിക്കൂടം തുറക്കുമ്പോൾ കുട്ടികൾ സന്തോഷത്തോടെ തുള്ളിച്ചാടി വരുന്നത് പോലെ മഴത്തുള്ളികളും ആഹ്ലാദത്തോടെ തുള്ളി വന്നു. ഇതാണ് കവി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മഴത്തുള്ളികളെ കുട്ടികളോട് ഉപമിച്ചിരിക്കുകയാണ് കവി ഈ വരികളിൽ. എഴുതിയോ? രണ്ടാമത്തെ നോക്കാം. പൊടിമീനിൻ നിരപോലാം കൂട്ടുകാർ. പറയട്ടെ, ഞാൻ അതിൻ്റെ ഉത്തരം പറയട്ടെ. പുതുമഴയിൽ വെള്ളച്ചാലിലൂടെ പൊടിമീനുകൾ ഒഴുകി നീങ്ങുന്നത് പോലെയാണ് മഴയത്ത് കുടയും ചൂടി കൂട്ടമായി കുട്ടികൾ പോകുന്ന കാഴ്ച കവിക്ക് അനുഭവപ്പെട്ടത്. കുട്ടികളെ പൊടിമീനിനോട് ഉപമിച്ചിരിക്കുകയാണ് കവി ഈ വരികളിൽ. മൂന്നാമത്തെ നോക്കാം. അനിയനല്ലാത്തോരനിയൻ. അനിയനല്ല എന്നാൽ അനിയനുമാണ്. അതിൻ്റെ ഭംഗി എന്താ നോക്കാം നമുക്ക്. എഴുതിക്കോ. ആരുമല്ലാത്ത, ആരാണെന്ന് പോലും അറിയാത്ത തന്നെ സ്വന്തം അനുജനെന്ന പോലെ കണ്ട് സ്നേഹിച്ച പെങ്ങളുടെ നല്ല മനസ്സാണ് ഈ വരികളിൽ കാണുന്നത്. എഴുതിയോ? അനിയനല്ല എന്നാൽ അനിയനെ പോലെ കണ്ടു സ്നേഹിച്ചു, ആ കൊട നീട്ടിക്കൊടുത്തു ആ പെങ്ങൾ. അവിടാണ് ഈ വരികളിൽ പറയുന്നത്. എഴുതിയോ എല്ലാവരും? എഴുതിയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വാക്കുകൾ കണ്ടെത്തണം. പുതു ചേർത്ത് ഏതൊക്കെ വാക്കുകൾ എഴുതാം? പുതു എന്ന വാക്ക്, ഏത് വാക്ക് നിങ്ങൾ പറഞ്ഞാലും അതിൻ്റെ തുടക്കം പുതു എന്ന് പറയുന്നൊരു വേർഡ് വരണം. അത് വെച്ച് ഏതെല്ലാം എഴുതാനാണ് ചോദ്യം. പുതുമണം അർത്ഥം എന്തുവാ? പുതിയ മണം. പുതുമഴ അർത്ഥം എന്തുവാ? പുതിയ മഴ. അതുപോലെ ഏതൊക്കെ നിങ്ങൾക്ക് പറയാം? ഞാൻ എന്താ ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എഴുതുകയും ചെയ്യാം. പുതുമോടി, പുതുവസ്ത്രം, പുതുവർഷം, പുതുലോകം, പുതുനിറം, പുതുവീട്, പുതുചിന്ത, പുതുമണ്ണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാം. മനസ്സിലായോ? അടുത്തത് നോക്കാം നമുക്ക്. ഓക്കെ. മറക്കാത്ത മഴക്കാലം. മഴക്കാലത്തെക്കുറിച്ച് കവിക്കുള്ള ഓർമ്മകൾ കവിതയിൽ നിന്ന് അറിഞ്ഞല്ലോ. മനസ്സിലായില്ലേ നമുക്ക് കവിയുടെ ഓർമ്മകൾ? ഇതുപോലെ നിങ്ങൾക്കുണ്ടായ ഒരു മഴക്കാല അനുഭവം ഓർമ്മിച്ചെഴുതൂ. ഓർമ്മിച്ചെഴുതാനാ പറയുന്നത്. ഓർമ്മിച്ചെഴുതുമോ നിങ്ങൾ? ഞാൻ സാറിനുണ്ടായ ഒരു മഴക്കാല അനുഭവം ഞാൻ പറയട്ടെ. എഴുതേണ്ടവർക്ക് വേണമെങ്കിൽ അത് എഴുതാം, അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഒരെണ്ണം എഴുതാം. ഞാനൊരു മാതൃക പറയട്ടെ. ഞാൻ മഴ എനിക്ക് എന്നും ഇഷ്ടമാണ്. വേനൽക്കാല മഴയാണെങ്കിലോ ഒന്നും ആലോചിക്കണ്ട, സന്തോഷം മാത്രമേ ഉള്ളൂ. മഴയത്ത് കളിക്കുന്നത് വളരെ രസകരമായ കാര്യമാണ്. ഞങ്ങളുടെ പാടത്ത് ക്രിക്കറ്റ് കളി ഉണ്ടായിരുന്നു. വേനൽക്കാല അവധിക്ക് ക്രിക്കറ്റ് കളിക്കുക എന്നുള്ളത് ഞങ്ങളുടെ നിത്യ സംഭവമാണ്. അപ്പോൾ മഴ വന്നാലോ? എന്നാലും ഞങ്ങൾ പോവുകയില്ല. മഴയത്ത് ചെളിയിൽ ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കും, ഓടി വീഴും, ചെളിവെള്ളത്തിൽ ചാടി കളിക്കും. പക്ഷേ ക്രിക്കറ്റ് കളി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴോ അമ്മയുടെ കയ്യിൽ നിന്നും പൊതിരേ തല്ല് കിട്ടും. ഒരു ദിവസം
അമ്മ പറഞ്ഞു, നല്ല മഴക്കാറുണ്ട്, ഇന്ന് കളിക്കാൻ പോകണ്ട. ഞാനും എൻ്റെ അനിയനും ഒരുപാട് ചിണുങ്ങി നോക്കി. അമ്മ സമ്മതിച്ചില്ല. അമ്മ പറഞ്ഞു, ഇന്ന് പോകണ്ട, മഴ നനഞ്ഞാൽ പനി പിടിക്കും. അമ്മ പറയുന്നതും ശരിയാണ്. പനി രോഗങ്ങൾ ഒരുപാട് കൂടി വരുന്നു ഞങ്ങളുടെ നാട്ടിൽ. എന്നാലും ക്രിക്കറ്റ് കളിയെക്കുറിച്ച് ഓർക്കുമ്പോൾ, ആ ചെളിവെള്ളത്തിൽ തുലസിക്കുന്നത് ഓർക്കുമ്പോൾ വിഷമം വരും. ഞങ്ങൾ പോകാതിരിക്കാൻ അമ്മ എന്ത് ചെയ്തു? അമ്മ വീട് പൂട്ടിയിട്ടു. വീടിൻ്റെ കതകുകളെല്ലാം ഭദ്രമായി പൂട്ടി അമ്മ അടുക്കളയിൽ പാചകം ചെയ്യുകയാണ്. ഞാനും എൻ്റെ അനിയനും പോകാനുള്ള വഴി നോക്കി നടന്നു. ഒടുവിൽ ഞങ്ങൾ എന്ത് ചെയ്തെന്നറിയാമോ? ഞങ്ങൾ വീടിൻ്റെ മട്ടുപ്പാവിൽ കയറി വീടിനോട് ചേർന്ന് നിന്ന ഒരു കവുങ്ങു മരത്തിലൂടെ ഊഴ്ന്ന് താഴോട്ട് ഇറങ്ങി. അമ്മ ഇത് കാണുന്നില്ല. എന്നിട്ട് കൂട്ടുകാരോടൊപ്പം ഞങ്ങൾ പോയി മഴയത്തും കളിച്ചു. അമ്മ വിചാരിച്ചത് എന്താണ്? ഞങ്ങൾ മുറിക്കുള്ളിലുണ്ടെന്ന്. കളി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴല്ലേ രസം. വീട്ടിനകത്ത് എങ്ങനെ കയറും? കവുങ്ങല്ലേ, ചവിട്ടി കയറാൻ ചില്ലുകളൊന്നുമില്ലല്ലോ. വീടിൻ്റെ മുമ്പിൽ ചെന്ന് കതക് തട്ടിയപ്പോൾ അമ്മ വന്ന് കതക് തുറന്നു. ഞങ്ങൾ എങ്ങനെ പുറത്തു പോയെന്ന് അമ്മയ്ക്ക് ഒരു എത്തും പിടിയും കിട്ടിയില്ല. പൊതിരേ തല്ല് കിട്ടി. ആ തല്ല് ഇന്നും മായാതെ അടയാളങ്ങളായി ശരീരത്തിലുണ്ട്. തീർന്നു. എഴുതിയോ എല്ലാവരും? എഴുതിയോ? ഇത് വേണമെങ്കിൽ ഒരു മാതൃകയായി വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എഴുതാം. അടുത്തത് ചിത്രം വരയ്ക്കാം. നിങ്ങൾ വരയ്ക്കണം ഈ ചിത്രം. ഓക്കെയാ? ശേഖരിക്കൂ, ചൊല്ലി രസിക്കൂ. മഴയെ വർണ്ണിക്കുന്ന കവിതകൾ ശേഖരിച്ച് ചൊല്ലാം. എന്നിട്ട് നിങ്ങളുടെ കവിതാ പുസ്തകത്തിൽ അത് എഴുതണം. ഒരുപാട് പാട്ടുകളുണ്ട്. കുഞ്ഞുണ്ണി മാഷിൻ്റെയും NV കൃഷ്ണവാര്യരുടെയും ONV കുറുപ്പിൻ്റെയും ബാലാമണി അമ്മയുടെയൊക്കെ ഒരുപാട് കവിതകളുണ്ട്. അത് ശേഖരിച്ച് എഴുതാം. ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം. ഞാൻ നമ്മളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേക്കാം. അടുത്തത് ചർച്ച ചെയ്യുക. നോക്കട്ടെ. കുഞ്ഞേടത്തിയെ തന്നെയല്ലോ ഉണ്ണിക്കെന്നുമേറെ ഇഷ്ടം. മടിയിലിരുത്തിയിട്ട് മാറോട് ചേർത്തിട്ട് മണിമണി പോലെ കഥ പറയും. ആനയുടെ, മയിലിൻ്റെ, ഒട്ടകത്തിൻ്റെയും ആരും കേൾക്കാത്ത കഥ പറയും ONV. കുഞ്ഞേടത്തി ഉണ്ണിക്ക് നൽകുന്ന സ്നേഹവും കവിതയിലെ കൊച്ചു പെങ്ങൾ നൽകുന്ന സ്നേഹവും സ്നേഹത്തിൻ്റെ വ്യത്യസ്ത മുഖങ്ങളാണ് കാണിച്ചു തരുന്നത്. ചർച്ച ചെയ്യുക. മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മളുടെ കവിതയിലെ കുഞ്ഞേട്ടത്തിയും അനിയനും തമ്മിലുള്ള, അതായത് നമ്മളുടെ കവിതയിലെ കുഞ്ഞേട്ടത്തിയും കവിയും തമ്മിലും ഇവിടെ കുഞ്ഞേട്ടത്തിയും അനിയനും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ പല മുഖങ്ങൾ എന്താണ് നിങ്ങൾ ചർച്ച ചെയ്യണം. ഞാനൊരു ഹിൻഡ് പറഞ്ഞു തരാം. ഇവിടെ സ്വന്തം കുഞ്ഞേട്ടത്തി ആയിരിക്കാം മടിയിലിരുത്തി കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സ്വന്തം രക്തബന്ധമുള്ള കുഞ്ഞേട്ടത്തി. അവിടെ സഹായത്തിൽ നിന്നും അനുകമ്പയിൽ നിന്നും ദയയിൽ നിന്നും ഉയർന്നു വന്ന ഒരു സ്നേഹമാണ് കാണിക്കുന്നത്. രണ്ടും വ്യത്യസ്തമാണ്. മനസ്സിലാകുന്നോ? ഞാനിതിൻ്റെ ഒരു സാമ്പിൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. വേണ്ടവർ എഴുതിക്കോ. ONV കുറുപ്പിൻ്റെ കുഞ്ഞേടത്തി എന്ന കവിതയും കുടയില്ലാത്തവർ എന്ന കവിതയും സ്നേഹത്തിൻ്റെ വ്യത്യസ്ത മുഖങ്ങളാണ് കാണിച്ചു തരുന്നത്. കുഞ്ഞേടത്തി എന്ന കവിതയിൽ തൻ്റെ സ്വന്തം അനുജനായ ഉണ്ണിക്ക് ലാളനയും സ്നേഹവും പകർന്നു നൽകുന്നത് സ്വന്തം ചേച്ചി തന്നെയാണ്. അവനെ മടിയിലിരുത്തിയും ആനയുടെയും മയിലിൻ്റെയും ഒട്ടകത്തിൻ്റെയും കഥകൾ പറഞ്ഞും അവനെ സ്നേഹവാത്സല്യങ്ങൾ കൊണ്ട് പൊതിയുന്നു. ഒരു ചെറിയ വ്യത്യാസം വരുത്തണേ ഇവിടെ അവനെ മടിയിലിരുത്തി എന്ന് മതി കേട്ടോ. അവനെ മടിയിലിരുത്തി ആനയുടെയും മയിലിൻ്റെയും ഒട്ടകത്തിൻ്റെയും കഥകൾ പറഞ്ഞ്
അവനെ സ്നേഹവാത്സല്യങ്ങൾ കൊണ്ട് പൊതിയുന്നു. കുഞ്ഞനുജനെ നിഷ്കളങ്കമായി സ്നേഹിക്കുന്ന ചേച്ചിയാണ് ഈ കവിതയിൽ നിറഞ്ഞു നിൽക്കുന്നത്. കുടയില്ലാത്തവൻ എന്ന കവിതയിലാകട്ടെ തനിക്ക് ആരുമല്ലാത്ത ഒരു കുട്ടിയെയാണ് മഴ നനഞ്ഞു പോകുന്നത് കണ്ടപ്പോൾ ആ പെൺകുട്ടി തൻ്റെ കുടക്കീഴിൽ ചേർത്തു നിർത്തുന്നത്. തൻ്റെ ആരുമില്ലാത്ത, ചെറിയ വ്യത്യാസമുണ്ട് ഇവിടെ, ആരുമല്ലാത്തതെന്നാണേ, ടൈപ്പിംഗ് മിസ്റ്റേക്കുകൾ, അത് നോക്കണേ. തൻ്റെ ആരുമല്ലാത്ത ആ കൊച്ചു പെങ്ങളുടെ സ്നേഹമാണ് കവിയെ സ്പർശിച്ചത്. സ്നേഹത്തിൻ്റെ മറ്റൊരു മുഖമാണിത്. ആരുമല്ലാത്തവരെ സ്നേഹിക്കാനും സഹായിക്കാനും കഴിയുന്നവർക്ക് പ്രകൃതിയെയും അതിലെ സർവ്വ ജീവജാലങ്ങളെയും സ്നേഹിക്കാനും ആകും. ആരുമല്ലാത്തവരെ സ്നേഹിക്കാനും സഹായിക്കുവാനും കഴിയുന്നവർക്ക് പ്രകൃതിയെയും അതിലെ സർവ്വ ജീവജാലങ്ങളെയും സ്നേഹിക്കാനാവും. അതാണ് നാം വളർത്തിയെടുക്കേണ്ടത്. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ ഈ ചോദ്യത്തിലെ, ഈ പാഠത്തിലെ എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരം കണ്ടെത്തി കഴിഞ്ഞു. എന്തെങ്കിലും സംശയമുള്ളവർക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം, കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. താങ്ക്